ഇന്ന് രാവിലെ നമുക്ക് സ്ഥിരമായിട്ട് ജീവുള്ള കടൽമീനൊക്കെ തരുന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വലയിൽ ഒരു ജീവുള്ള കടൽപ്പാമ്പ് കുടുങ്ങിയിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞിട്ടാ. നമ്മൾ ചെല്ലുമ്പോൾ ഇതാണ്ട് അവസ്ഥ, പാമ്പിനെയും കുടുങ്ങിയ വലയൊക്കെ അവിടെ വെച്ചിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആളല്ല എന്നുള്ളത്. കാരണം ഈ കാണുന്നതായിട്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സീ സ്നേക്ക് ആട്ടോ, നല്ല വിഷമുള്ള സാധനമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ജീവുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാണ്, അവർ ആ വലയിൽ നിന്നൊന്ന് ഊരിയിട്ട് തിരിച്ച് കടലിൽ തന്നെ പറഞ്ഞേക്കട്ടെ. ഒരു റെസ്ക്യൂ മിഷനാണ് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. കോമൺ സീ സ്നേക്ക്, ബീക്ക്ഡ് സീ സ്നേക്ക് എന്നൊക്കെ പറയട്ടെ, മലയാളത്തിൽ വലക്കടിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ശാസ്ത്രീയ നാമം എൻഹൈഡ്രീന ഷിസ്റ്റോസ എന്നാട്ടാ. ഈ പാമ്പിന്റെ വിഷം നമ്മളെ കോബ്ര ഉണ്ടല്ലോ, മൂർക്കം പാമ്പിന്റെ വിഷത്തിനേക്കാൾ 8 ഇരട്ടിയോളം ടോക്സിക് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിന്റെ മേത്ത് കുടിക്കാൻ വലൊക്കെ സാവധാനം ഒരു കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് അവരെ കംപ്ലീറ്റ് ഫ്രീ ആക്കിയിട്ടാ. ശേഷം നമ്മൾ അതിനൊരു കവറിലിട്ട വെള്ളത്തിലാക്കിയിട്ട് നമ്മൾ ഇതിനെ എന്താ ചെയ്യാൻ പോണേ, തിരിച്ച് കടലിൽ തന്നെ വിടാൻ പോവാണ് കേട്ടോ. വലയെ കുടുങ്ങിയതായിരുന്നു, അപ്പം നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്തു. ഇനി തിരിച്ച് നമ്മൾ കടലിൽ തന്നെ വിടാൻ പോവാണ്. ജീവൻ ഉണ്ട് ഇട്ടപ്പോഴും, ആള് നല്ല ആക്റ്റീവായിട്ടുണ്ട്. വെള്ളത്തിലിട്ടപ്പോൾ പകുതി ജീവനായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പതുക്കെ അത് കടലിലേക്ക് തന്നെ എന്താ അതിനെ റിലീസ് ചെയ്ത് കൊടുക്കട്ടെ. ജീവനോടെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ ഇതിനെ ഇറക്കി വിടട്ടെ. അപ്പോൾ അത് തെരൻ്റെ കൂടെ അങ്ങനെ ആയിട്ട് പോയിക്കോളും. എന്തോ ഇരൊക്കെ മുണുങ്ങി നിൽക്കട്ടത്. അപ്പോൾ ഈ കടൽപ്പാമ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് ആ തിരമാലയിൽ അങ്ങനെയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. രക്ഷപ്പെടുമെന്ന് വിചാരിക്കും നമുക്ക്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടാൻ മറക്കണ്ട കേട്ടോ.